എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ, എവിടെയെങ്കിലുമൊക്കെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ അപ്പോഴുണ്ടാവില്ലേ കുറേ രാജ്യസ്നേഹികൾ. എന്താ അവരുടെ സ്നേഹം നമുക്ക് കണ്ടാലേ, എന്താണ് അവരുടെ സ്നേഹം. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആളുകളാണെന്നൊക്കെ കരുതും. എന്താണ് അവർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ സംസാരം, അവരുടെ വാക്കുകളും, അവർ സോഷ്യൽ മീഡിയയിൽ എഴുതിവിടുന്ന കമൻറ്റുകളൊക്കെ കണ്ടാൽ കരുതും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ തന്നെ സംഭാവന നൽകിയവരാണ്. സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ കൊണ്ട് ചെറിയും കളിയാ. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകളോ കണ്ടാൽ, അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ കണ്ടാൽ എന്താണ് അവർക്കുള്ള രാജ്യത്തോടുള്ള സ്നേഹം. ഈ രാജ്യം അവരുടെ തന്തയുടെ വകയാണ് അവരുടെ വിചാരം. ഈ രാജ്യം ഒരാളുടെയും തന്തയുടെ വകയല്ല. ഒരു മുസ്ലിമിൻ്റെയും ഒരു ക്രിസ്ത്യൻ്റെയും ഒരു ഹൈന്ദവൻ്റെയും ഒന്നുമല്ല. എല്ലാവിധ മതങ്ങൾക്കും അവനവൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന എല്ലാവരുടെയും രാജ്യമാണ്. ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും പറഞ്ഞ് തമ്മിൽ തല്ലാനല്ല. അവർ ഈ നാട്ടിൽ സ്വാതന്ത്ര്യം നേടിത്തന്നത് ഐക്യത്തോടെ, സമാധാനത്തോടെ, പരസ്പര സ്നേഹത്തോടെ, അവനവൻ്റെ വിശ്വാസം മനസ്സിൽ കരുതി അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 4 ആൾ കമൻ്റ് എഴുതി വിട്ടാൽ തകരുന്നതല്ല ഈ രാജ്യത്തിൻ്റെ സ്നേഹം, ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം, ഈ രാജ്യത്തിൻ്റെ സൗഹാർദ്ദം. ഈ രാജ്യത്ത് ഒത്തൊരുമയോട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്നതൊന്നും നിങ്ങൾ 4 ആൾ കമൻറ്റോളികൾ എഴുതി വിട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ 4 ആൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടാൽ തകരുന്നതല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നത് എന്തിനായിക്കൊരു ഈ നാട്ടിൽ ഐക്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് ഇന്ത്യയാണ്. ആര് ഭരിച്ചാലും ഇവിടെ ഞങ്ങൾ ഒന്നായി ഒറ്റക്കെട്ടായിട്ട് തന്നെ ജീവിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞ് തമ്മിൽ തല്ലാനല്ലാതെ എന്താണ് നിങ്ങളൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത്? ഞാനും നിങ്ങളൊന്നും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സംഭാവന ചെയ്തിട്ടില്ല. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ വരെ സംഭാവന കൊടുത്തവർക്കില്ലാത്ത സ്നേഹമാ കമൻറ്റോളികൾ, എന്തെങ്കിലുമൊക്കെ പോസ്റ്റ്, ആരെങ്കിലുമൊക്കെ ഈ നാട്ടിൽ വർഗീയ വിഷം തുപ്പുന്ന, കലാപം ഉണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അതിൻ്റെ അടിയിലുണ്ടാവും കമൻറ്റോളികൾ. എന്നൊക്കെയാ കമൻറ്റുകൾ. മതം പറഞ്ഞ് കമൻ്റ് ഇടുന്ന ചില കമൻറ്റോളികൾക്ക് മാത്രമേ പ്രശ്നമുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമല്ല. നമ്മളെപ്പോലുള്ള ആർക്കെങ്കിലും ഇവിടെ ഇപ്പോഴും മതസൗഹാർദ്ദത്തിനും സ്നേഹത്തിനും എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചായി തോന്നുന്നുണ്ടോ? ഒന്നും തോന്നണില്ല. നിങ്ങൾ 4 ആൾക്ക് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമല്ല. ഇത് ഞങ്ങളുടെ ഇന്ത്യയാണ്. ഇവിടെ ഞങ്ങൾ സമാധാനത്തോടു കൂടി തന്നെ ജീവിക്കും.